അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം. നമുക്കൊരു ഒറിജിനൽ തിരുവനന്തപുരം സദ്യ കഴിച്ചാലോ? തിരുവനന്തപുരം സദ്യ എന്ന് എടുത്ത് പറയാൻ ഒരു കാരണമുണ്ട് കേട്ടോ. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സദ്യ കിട്ടുമെങ്കിലും നമ്മുടെ തിരുവനന്തപുരം സദ്യ വെല്ലാനൊന്നും ഒരു സദ്യ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും ആറന്മുള സദ്യ, അതൊക്കെ അവിടെ ഉണ്ട്, പക്ഷേ എന്നാലും തിരുവനന്തപുരം സദ്യ തന്നെയാണ് സദ്യ. അങ്ങനെ ഞാനിതൊരു കല്യാണത്തിൽ പോയി കഴിച്ച സദ്യയാണ് കേട്ടോ. എന്നെ വിളിക്കാത്തൊരു കല്യാണം എന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ആദ്യമേ തന്നെ ഒരു കൂട്ടം തൊടുകറികൾ മുഴുവൻ അങ്ങ് കഴിച്ച് തീർത്തു കേട്ടോ. അതിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. പിന്നെ ഈ പറയുന്ന നമ്മുടെ ചോറിട്ടു, പരിപ്പ്, നെയ്യും കൂടെ പപ്പടം കൂടെ ഇട്ട് കുഴച്ച് ചോറങ്ങോട്ട് വിളമ്പിയിട്ട് പോയതും ചോറ് തീർന്നു കേട്ടോ. അപ്പുറം ഇപ്പുറമൊക്കെ ഇരിക്കുന്നവർക്ക് ഒന്നും കഴിച്ച് തീരാനുള്ള സമയം ഞാൻ കൊടുത്തില്ല. പിന്നെ ഞാൻ കുറേ നേരം കാത്തിരുന്നപ്പോഴത്തേക്കും വീണ്ടും ചോറ് വന്നു. സാമ്പാർ, നല്ല കട്ടിയുള്ള സാമ്പാർ, ഒരുപാട് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും അങ്ങോട്ട് ഇട്ട് പോയപ്പോഴത്തേക്കും തീർന്നു. പിന്നെ ഞാൻ നീണ്ട കാത്തിരിപ്പ്. ആ സമയം കൊണ്ട് പഴമൊക്കെ തൊലിച്ച് പായസത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അങ്ങനെ പഴമൊക്കെ തൊലിച്ച് അതിൻ്റെ ഒരു പകുതി പഴം എടുത്ത് ഇങ്ങനെ ഞവടി വെച്ച് അതിൻ്റെ മുകളിൽ പപ്പടവും പൊട്ടിച്ച് വെച്ചിട്ട് പായസം അപ്പോഴത്തേക്കും അടപ്രഥമൻ വന്നു. അതും പറ അങ്ങ് കുടിച്ച് കേട്ടാ. എന്നിട്ട് ബാലൻസ് പഴവും വീണ്ടും കുറച്ച് ബാലൻസ് പപ്പടവും കൂടെ എടുത്ത് റെഡിയായി വീണ്ടും ഞാൻ കാത്തിരുന്നു. അപ്പോഴേക്കും കടലപ്രഥമൻ വന്നു. സൂപ്പറായിട്ട് വന്നിട്ട് എനിക്ക് പായസം ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഇനിയാണ് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം, ബോളിയും ബ്രഹ്മസലിയും. അതും കൂടെ കഴിച്ചപ്പോഴത്തേക്ക് സന്തോഷമായി. അപ്പുറത്തെ പയ്യന്മാരെല്ലാം തീറ്റിയാണ്ടിരുന്ന് ചിരിക്കുന്നുണ്ട. അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല. പിന്നെ മോര് കറി, പുളിശ്ശേരി എന്ന് പറയും കേട്ടോ. പിന്നെ രസം, അതിനുവേണ്ടി കുറച്ച് ചോറ് മേടിച്ച്, പിന്നെ നമ്മുടെ പച്ചമോരും കൂടെ വീത്തിയിട്ട് ഒരു പിടിയും കൂടെ പിടിച്ചതാണ്ട. എല്ലാം ശുഭം. കുറച്ച് ചോറ് ബാക്കിയായിപ്പോയി. ഇലയും കൂടെ മടക്കി വെച്ച വെള്ളം കൂടെ കുടിച്ചിഞ്ഞ് വന്നു കേട്ടോ.